ലീല ടിപ്സ് ആൻഡ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പെട്ടെന്ന് കാപ്പ് കുടിച്ചിട്ട് എല്ലാവരും കൂടെ വരുവാണെങ്കിൽ ആ വിറകെല്ലാം പെറുക്കി വെക്കാം, മഴ വരുന്നുണ്ട്. ഇത് രാവിലെ ഇങ്ങനെ എഴുന്നേറ്റിട്ട് ഞാനിങ്ങനെ എന്നാ കണ്ടന്റ് ഉണ്ടാക്കുന്ന ആലോചിച്ചിരുന്നു. ഇതേ വരുന്നു വേറെ നമ്മുടെ മരം വെട്ടുകാരെല്ലാം അവിടെ വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ മഴയില്ല, അവർ വെട്ടി തീർക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. ഇനി ഒരാഴ്ച വെട്ടിയാൽ തീരത്തുള്ളതായിരിക്കും. ഏതായാലും നമ്മുടെ മിറ്റമെല്ലാം മൊത്തം കുളമാക്കിയിട്ടുണ്ട്. പെട്ടെന്ന് വരുവാണെങ്കിൽ നമുക്ക് വിറകെല്ലാം വാരി വെക്കാം. അന്നേരം ഇനി മിറ്റം ചുവന്നേരം കിടന്നോളൂല്ലോ തൂത്തുവാരി ഇട്ട. അല്ല എന്നും തൂത്തുവാരി മടുക്കുമല്ലായിരുന്നു. അത് പറഞ്ഞാൽ അവർ പോയി നോക്കട്ടെ അവരെങ്ങനെ വെട്ടുന്നതെന്ന് നോക്കാം. അവർ എല്ലാവർക്കും ഉള്ള പണിയുണ്ട് കേട്ടോ. ഈ സൈഡിൽ കൂടെ കിടക്കുന്ന വിറകെല്ലാം പെറുക്കി നമുക്ക് ഇങ്ങോട്ട് അടുക്കി വെക്കാം. പിന്നെ അതെല്ലാം ഒന്ന് ക്ലീൻ ആക്കാം. എന്നാ ആയിക്കോട്ടെ, അവധി ആയതുകൊണ്ട് ഉമ്മാരെയും കൈ കിട്ടിയില്ലേ, വാടാ പണിയെടുക്കാം. വാ, അതിനെ രാവിലെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ തന്നിട്ടുണ്ട്. പാത്രത്തിലൊന്നും കാണുന്നില്ല, മൊത്തം കഴിച്ചോ? ഓ പച്ചക്കപ്പ തിന്നിട്ടായിരിക്കും. എന്ന് കപ്പയൊന്നും തിന്നുന്നില്ല. അത് കപ്പ തിന്നിട്ടല്ല, ഞാൻ വെളുത്തുള്ളി ഒരു കഷ്ണം എടുത്ത് ചവച്ചങ്ങ് ഇറക്കി കഴിഞ്ഞപ്പോ എന്തോ ഒരു ഇതുപോലെ. എന്നാ പറ്റി? ഇന്ന് അവിടെ തലയ്ക്ക് വെളിവ് വീണെന്ന് പറഞ്ഞു. അന്നേരം അമ്മയുടെ തലയിൽ വെളിവ് പോയോ? അവർക്ക് തലവേദനയുടെ വെളിവേറുകളല്ലായിരുന്നു, എനിക്കതൊന്നും ഇല്ലായിരുന്നു. ഇതല്ലേ ഇത് എന്നാന്നറിയോ, ഇന്നിപ്പോ അതെല്ലാം പെറുക്കി വാരണ്ടേ, ഇതിന്റെ അടവാന്നായിരിക്കും. എനിക്കും ഞങ്ങള് വെറുക്കുന്ന കൂടെ അങ്ങോട്ട് പെറുക്കി ഇട്ടാ മതി എല്ലാരും. ഞങ്ങൾക്ക് അമ്മയ്ക്കും അമ്മക്കും മാത്രമല്ല ഇത് പറ്റുന്ന പണി. നമ്മൾ താമസിക്കുന്നിടത്തെ പാട്ടം എടുത്തേക്കുന്ന ചേട്ടനുണ്ട്. അദ്ദേഹം പണിക്കാരെയൊക്കെ ആയിട്ട് വന്നിട്ടേ മൊത്തം മരത്തിൻ്റെ കംപ്ലീറ്റ് ഇരം പറക്കുക. അപ്പോൾ ഇതുപോലെ ഏലം ചെടി ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇത് മൊത്തം കെട്ടി വെക്കും. ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് ചോടി ഇങ്ങനെ മേളുവശം കൂട്ടി പടർന്നു നിൽക്കുന്ന ചെടിയല്ല ഇതുപോലെ കെട്ടി ഒതുക്കി വെക്കും. ഒതുക്കി വെച്ചിട്ട് ഈ വെട്ടാൻ കയറുന്ന ആൾക്കാർ നല്ല എക്സ്പീരിയൻസ്ഡ് ആൾക്കാരാണ്. നമ്മുടെ ഏത് മരത്തിൻ്റെ എന്നെ പൊക്കമുള്ള മരമാണേലും അതിൻ്റെ എല്ലാം മേളി വരെ ചില്ലക്കൊമ്പ വരെ കയറി വെക്കും. അതൊരു ബാലൻസാണ്. എന്നിട്ട് ഇതിന് ഇടവഴി തന്നെ കറക്റ്റ് ഒന്നും പോകത്തില്ലാത്ത രീതിയിൽ വെട്ടിയിടും. 2 പേര് താഴെ നിന്ന് ഇത് മൊത്തം വെട്ടി ഒതുക്കും. ചെറിയ പീസാക്കും, കുഞ്ഞി പീസാക്കി വെട്ടിയിടും. നമ്മുടെ വഴിയെല്ലാം അടച്ച് മൊത്തം വെട്ടി. ഒരാൾ ഇതിനെ മേളിൽ കയറി വെട്ടുന്നുണ്ട്. എങ്ങനെ വേണമെങ്കിലും കയറിപ്പോവും. ഏത് മരത്തിൻ്റെ മേളിൽ കയറി എന്നാ പുകത്തിൽ നിന്നാണെങ്കിലും വെട്ടിയിടും. ഒറ്റ ചെടി പോലും കളയുകയില്ല. നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. ഇത് നമ്മളിത് ചെറുതാക്കി വെട്ടിയിടും അല്ലേ? ചെറുതായിട്ടാണ് വെട്ടിയിടുന്നത്. മേളിൽ നിന്ന് ഇത് കറക്റ്റ് ഇതിനിടെ വീഴാതെ തന്നെ വെട്ടി താഴെ ഇടും. വെട്ടി താഴെ ഇടും. ഏലത്തിനൊന്നും സംഭവിക്കുകയില്ല. ചെടി കെട്ടിയിട്ട് മണ്ടയെന്ന് വെട്ടിയിടും. അതൊരു ബാലൻസ് അല്ലേ? അതൊരു ബാലൻസാ. ഈ ചുമ്മാ വെട്ടിയിട്ട് കഴിഞ്ഞാൽ പിന്നെ ഏല കൃഷി ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ കറക്റ്റ് നമ്മളത് അതിന്റെ ഇടയിൽ തന്നെ വന്ന് വീഴും. എന്നിട്ട് ഈ ഇല ഈ വലിയ കമ്പുകളെല്ലാം നമ്മൾ ചെറുതായിട്ട് കൊപ്പൊക്കെ ചെറുതായിട്ടൊന്ന് കോതിയിടുവാണെങ്കിൽ അടുത്ത പണിക്ക് തടസ്സമില്ലാതെ ചെയ്യാം നമുക്ക്. അപ്പൊ ഇതിനകത്തൂടെ നമ്മള് പിന്നെ മരുന്നടിക്കാൻ ഓസൊക്കെ വലിച്ചോണ്ട് പോകും. അത് തന്നെ, മരുന്നടിക്കാനോ ഓസടിക്കാനോ ചേച്ചിമാരൊക്കെ പാത്തെടുക്കാനോ എല്ലാ പണിക്കും എളുപ്പമുണ്ട്. ഓസം ഉടക്കത്തില്ല, കാലം ഒന്നും കൊല്ലിയാല, ഒതുക്കണമെന്ന് മാത്രം നല്ലപോലെ ചെറുതായിട്ട് കോതി. ഇതിപ്പോ നമ്മൾ ഈ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? ഇതിപ്പോ 25 കൊല്ലം വേണത്തിലായി. അതാ ഇപ്പൊ 25 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അതെ, മരത്തെ കയറുന്ന ചേട്ടനും അത്ര തന്നെ എക്സ്പീരിയൻസ് ഉണ്ട്. സെയിമാ. ഞങ്ങളെല്ലാം ഒരുമിച്ച് പണിയുന്നവരാ. ഇത് തന്നെ നമ്മുടെ സ്ഥിരം പണി. നമ്മുടെ ഗേറ്റും വഴിയെല്ലാം മുറ്റമെല്ലാം എല്ലാം കുളമായി. അതെ, അതൊക്കെ നമുക്കിപ്പോ ക്ലിയർ ആക്കാം. അതെല്ലാം ക്ലിയർ ആക്കാം. ഇതെല്ലാം നമ്മളിപ്പോ വെട്ടി റെഡിയാക്കും. ഏതായാലും നമ്മൾ ഭക്ഷണം കഴിയുമ്പോ കൈ കഴുകണമല്ലോ എന്ന് പറഞ്ഞ ഓണക്ക് ഇതും ചെയ്ത് വിട്ടേക്കാം. അപ്പൊ ഇത് ഏതായാലും നമുക്ക് ആവശ്യമുള്ള വിറകുമായി കേട്ടോ. തീർച്ചയായിട്ടും അതെ. ഇനിയിപ്പോ നമുക്ക് ഈ വിറകെല്ലാം പെറുക്കി കൊണ്ട് അടുക്കി വെക്കണം. ഇഷ്ടം പോലെ വിറകുണ്ട്. ഇഷ്ടം പോലെ ഉണ്ട്. ഇനി ഒരാഴ്ചയും കൂടെ വെട്ടാനുള്ളത് ഉണ്ടെന്ന് തോന്നുന്നു. ഉണ്ട്. ഒരാഴ്ച കൂടെ വെട്ടിയാലും ഈ മൂല പോയിട്ട് അങ്ങ് ആ മൂല വരെ പോണ്ടേ? അതെ. ഇനിയും കുറെ നാള് വെട്ടിയാല് എന്നാലും ഒരാഴ്ചയും കൂടെ എടുക്കും. ഇന്നിപ്പം മഴ പെയ്യാനുള്ള ഒരു ചാൻസ്. മഴ പെയ്യാത്തത് കൊണ്ടാണ് ഇപ്പൊ പെടാതെ വെട്ടിപ്പോ, അല്ലെങ്കിൽ താമസം വരും. എന്നുവെച്ചാൽ പൊഴിച്ച് കയറണ്ടേ? അതെ. ഈ ഓണത്തിനൊരു ഊഞ്ഞാലും കൂടെ കെട്ടാൻ തോന്നുന്നു. ഈ ചെടി ഇങ്ങനെ കെട്ടി വെച്ചാൽ മതിയല്ലോ. 2 മരത്തെ കൂട്ടി ഒരു കമ്പ് വെച്ചിട്ടേ. ആയിക്കോട്ടെ, അതിനൊരു കടയുണ്ട് വെട്ടിത്തരാം. അതാണ് നിൽക്കുന്നത്, വെള്ളക്കണ്ണി. അതങ്ങ് വെട്ടാല്ലേ? അത് ആ മരം അവിടെ വേണ്ട. അത് വേണ്ട.
അത് ചുവടേക്ക് വെച്ചാൽ പോവാ. അപ്പോൾ നമുക്ക് ഊഞ്ഞാൽ കെട്ടാതെ അതെ. ഉണങ്ങിയ മരമൊക്കെ മാറ്റി മാറ്റി ഇടുന്നുണ്ട്. ഈ വലിയ മരമൊക്കെ വെട്ടാനുള്ളതാണ്, അതിൻ്റെ എല്ലാം മേളിൽ കയറി വെട്ടിയെടുക്കണം. കുഞ്ഞേ, എന്നാ പരിപാടി? ഒന്നുമില്ലേ? അവരെല്ലാം വിളിച്ചോണ്ട് വന്നിട്ട് ഈ വിറകെല്ലാം പെറുകിക്കൊണ്ട് പോകാൻ പറ്റായിരുന്നു. കുഞ്ഞേ, മരത്തെ കയറി ആ ചേട്ടൻ പെട്ടുന്നുണ്ടോ? ആണോ? മരത്തെ കയറുന്നത് നോക്കുമായിരുന്നോ? എങ്ങനെയുണ്ട് നോക്കിയിട്ട്? കൊള്ളാം. പറ്റുമോ? കേറണമെന്നുണ്ട്. ആണോ? പക്ഷെ അതങ്ങനെ ചുമ്മാ കയറി പോകാൻ പറ്റത്തില്ല. അവരൊക്കെ 10-25 വർഷമായിട്ട് സ്ഥിരമായിട്ട് ഈ പണി ചെയ്യുന്ന ആൾക്കാരാണ്. അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പോകുന്നത് കേട്ടോ. ഒരു കമ്പ് വീണു. അതപ്പുറത്തെ സൈഡിലോട്ട് പോയല്ലേ. നമ്മുടെ മിറ്റം മുഴുവൻ കുളമായി. ഇതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കണമെങ്കിൽ കുറേ സമയം എടുക്കും. കറങ്ങി കറങ്ങി തല ഇറങ്ങല്ലേ കേട്ടോ. കുഞ്ഞേ, നമ്മുടെ വഴുതനയിലേ വഴുതനങ്ങയൊക്കെ ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ. കണ്ടോ? ഈ വഴുതനയ്ക്ക് ഒരു ചെറിയ വാട്ടമുണ്ട്. അത് ദ്രുതവാട്ടമാണെന്നൊരു സംശയമുണ്ട്. നമ്മൾ മണ്ണൊക്കെ ഇട്ടിട്ടുണ്ട്. അതൊരു സൈസ് ദ്രോഗമാണ്. ഇത് ഇതിനൊരു ശകലം വെള്ളം ഒഴിച്ചു കൊടുത്തു ഇതിന്, ഈ മണ്ണിട്ടേക്കുന്നതിന്. ആ മതി മതി മതി. അതെ, കവറിനകത്ത് നിൽക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നല്ലേ. ഒരു കാര്യം ചെയ്യേ, ഈ വീടിന് ചുറ്റും വിറകാ, ഇഷ്ടം പോലെ വിറകായിട്ടുണ്ട്. ഇതെല്ലാം അപ്പുറം എല്ലാം ഒത്തിരി കിടപ്പുണ്ട്. പോയി വാരാം, വാ, സമയം പോകുന്നു. അതെ, അച്ഛനും മക്കളും കൂടെ പോയി നിന്നങ്ങ് വാരിക്കും. ഞങ്ങൾക്ക് അടുക്കള വേറെ പണിയുണ്ട്. ഇത് കൊള്ളാലോ, വരാൻ. അത് ഞാൻ മുമ്പേ പറഞ്ഞില്ലടാ, വയ്യെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ, ഇത് ഇന്ന് വിറക് വാരാതിരിക്കാനുള്ള പരിപാടിയാണ്. അയ്യോ, അതുകൊണ്ട് നിങ്ങളല്ലേ ഞങ്ങളല്ലേ ഈ വാരി കൂട്ടിയിരിക്കുന്നൊക്കെ. ഇതിപ്പം കുറച്ചല്ലേ ഉള്ളൂ, ഇനി അപ്പുറത്ത് ഒത്തിരി കിടപ്പുണ്ട്. എന്നാണ് ഇഷ്ടം പോലെ കത്തിക്കാനുള്ള സാധനമായിട്ടുണ്ട്. മഴയും വരുന്നുണ്ട്. മഴയൊക്കെ പെയ്യുമായിരിക്കും. എന്നാ പെട്ടെന്ന് അവനെന്തിയേ, അവനെ കൂടെ വിളിച്ചേ, പോയി വാരാം, വാ. വഴിയിൽ മുറ്റത്ത് പോകുന്ന ഇഷ്ടം പോലെ ഉണ്ട്. ഒത്തിരി കോതി എടുക്കാനുണ്ട്. ഒരു കാര്യം ചെയ്തേ, അവിടെ നിന്ന് ഒരു 3-4 കട്ട എടുത്തോണ്ട് വന്നിട്ട് ഇവിടെ വെക്കാം. നമുക്ക് ഇവിടെ അടുക്കി വെക്കാം. എന്നിട്ടൊരു ഇവിടെ 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 അടുക്കിയിട്ടേ ആ കട്ടയുടെ മേളിൽ 3-4 കമ്പും എല്ലാം കൂടെ വെച്ചിട്ട് അതിലോട്ട് അടുക്കി വെച്ചിട്ട് ഒരു പ്ലാസ്റ്റിക് ഒക്കെ ഇട്ട് മൂടി വെക്കാം. എന്നാന്ന് അത് നീണ്ടു കിടന്ന് വല്ല തൂക്കിയിടാനാ. തൂക്കിയിടണോ? ഇങ്ങനെ നിർത്തി കഴിഞ്ഞാലേ അല്ലെന്നേ, ഈ ഒരു അകലം പറ്റിയാൽ മതി. അങ്ങനെ നിർത്തിയാലും കുഴപ്പമാണ്. അത് ഇല്ല, ഞങ്ങൾ കാപ്പ് കുടിച്ചു. ആ മേളിൽ ഇരിക്കുന്ന കൂട്ട് 2 കട്ടയും കിടന്നു. അതെ അതെ. എന്നാ ജിമ്മി വിടുന്നതിന്റെ ഗുണമൊക്കെ ഉണ്ടെന്ന്. വെയിറ്റ് ഒക്കെ എടുത്ത് പഠിക്കട്ടെ. ഫീസ് അവിടെ ഇട്ടോ ഇങ്ങോട്ട് പോയി. ഉദർ ബൈട്ടോ ബംഗാളി. അവിടെ ഇട്ടോ. മതി. ഇനി നീളമുള്ള 2 കമ്പെടുത്തോണ്ട് വരണം, അവിടെ ക്രോസ് വെക്കാൻ. അതിനകത്ത് നീളമുള്ള നോക്കി എടുത്തോണ്ട് പോവാ. അതിങ്ങതാ, അത് ഞാൻ പിടിക്കാം. ഇതാ, അത് വലിയ വെയിറ്റ് ഒന്നും ഇല്ലല്ലേ. നിനക്ക് ചെറിയ കഷ്ണമാണല്ലോടാ കിട്ടിയേ. ചെറുതോ ഇതോ? ഇതിപ്പോ ഈ മരം കയറാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? 2006 മാസത്തിലെ കയറിയ തുടങ്ങിയതാ. 2006-ലോ? 6-ല. അപ്പം മരം കരിഞ്ഞ് 85 രൂപയേ ഉള്ളൂ കൂലി ഒരു ദിവസം. ഇപ്പോൾ 1200. 1200 ഒരു ദിവസത്തിന്. അതെ അതെ. പക്ഷേ എക്സ്പീരിയൻസ് അല്ല, നമ്മൾ സാറിന് കയറുന്ന പോലെ കയറാൻ പറ്റത്തില്ല. മഴയാണെങ്കിലും കയറും അല്ലേ? പടിയടിച്ച് കയറണം. മഴ വരുന്നാലും മഴ എത്ര മഴ പെയ്താലും കയറാം. ആണ് ഒത്തിരി കാത്തടിക്കാതെ ഇരുന്നാൽ കയറാം. കാറ്റാണെങ്കിൽ പാടാം. പാടാം. മരം കിടന്ന് ഒലയുമ്പം കൈ വിട്ടു പോകും.
അല്ലെങ്കിൽ നമുക്ക് എന്നാ പൊക്കമാണെങ്കിലും നമ്മൾ കയറി വെട്ടും. ഇതുവരെ സംഭവിച്ചിട്ടുണ്ട്. അത് കാരണം ആ, ആ. മഴയത്തൊന്നും കയറത്തില്ല. 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 ഏത് മഴ പെരുമഴ തന്നെ കയറാം. കാറ്റാണെങ്കിൽ കാറ്റാണെങ്കിൽ പാടാം. ആ ആ ആ കയറി വെട്ടും. ആ. കാട്ടുകാർ ഉടമസ്ഥൻ വന്ന് പണിതോ എന്ന് പറഞ്ഞാൽ ചെയ്യും. ശരി. അവർ വേണ്ട, അവർ പേടിക്കുമ്പോൾ നമ്മളും വേണമെന്ന് പറയും. ആ വേണ്ടെന്ന് പറയും. ഇതിപ്പോ നമുക്ക് ഒരാഴ്ച കൂടെ വെട്ടാണല്ലോ ഉണ്ടല്ലേ? ഒരാഴ്ച കൊണ്ട് തരും. അപ്പൊ കാപ്പൂടി കഴിഞ്ഞ് വീണ്ടും വെട്ടാൻ കയറും. വെട്ടാ കയറും. 1 മണിക്ക് ചോറുണ്ണാൻ ഇറങ്ങും. 1 മണിക്കാണ്. ആ. മിറ്റമെല്ലാം കുളവാക്കി തന്നിട്ടുണ്ട്. ഇനി മൊത്തം വാരി കെട്ടിക്കും. എടുത്തോ, ചുമന്നോ, മൊത്തം എടുത്തോ. ഇത് നിങ്ങൾക്ക് 2 പേർക്കൂടുള്ള ടാസ്ക്കാണ് കേട്ടോ. 2 പേർക്കൂടുള്ള ടാസ്ക്കാണ്. ഇത് മുഴുവൻ ചുമന്ന് അവിടെ കൊണ്ട് എല്ലാം അടുക്കി വെച്ചോണം. അടുക്കി തീർന്നു കഴിയുമ്പോൾ ബാക്കി എടുക്കാം. കുറേ ഉണ്ടല്ലോ. കുറേ ഉണ്ട്. അതാ പറഞ്ഞ ടാസ്ക്കാന്ന് പറഞ്ഞു. അങ്ങേ മൂലേ കൊണ്ടുപോകണം. പഠിത്തം ഉണ്ടായിരുന്നേ സ്കൂളിൽ പോയാൽ മതിയായിരുന്നല്ലേ? മൂലേ കൊണ്ടുപോകണം. അവിടെ നമ്മൾ കൊണ്ട് അടുക്കി വെക്കാനായിട്ടൊരു സംഭവം കമ്പൊക്കെ വെച്ചില്ലേ, അവിടെ കൊണ്ടിട്ടിട്ട് ലാസ്റ്റ് എടുക്കാം. ഇത് കൊള്ളാലോടാ, നല്ല ഐഡിയ ആണല്ലോ. ബംഗാളി നീയാടാ. അമ്മ ചുമന്നോണ്ടോ നിങ്ങൾ വണ്ടിയാലും കൊണ്ടുവന്നോ? ഇതുപോലെ തന്നെ നീളത്തിൽ ഇടണം പറഞ്ഞത്, അല്ലെങ്കിൽ അടുക്കാൻ പാടാണ്. ആ 2 കമ്പ് വെച്ചതങ്ങ് മാറ്റിക്കടാ. അത് 2 വട്ടയാ, അത് പെട്ടെന്ന് നശിച്ചു പോകുന്നതാണ്. അതുകൊണ്ട് ആ വേറെ 2 എണ്ണം ഇത് വേണ്ട മുറിച്ച് വെച്ചേക്കുന്നത്. ഈ 2 എണ്ണം എടുത്ത് അങ്ങോട്ട് വെച്ചു. ഇതെന്നാ പരിപാടി? ഇതോ നീയാക്കെ കൂടെ ആ വാക്കത്തിയുടെ മൂർച്ചയെല്ലാം കളഞ്ഞില്ലേ, കൊണ്ടായിട്ട് വെട്ടി. ഇത് നല്ലപോലെ ഒന്ന് തേച്ചെടുക്കണം. ആ ചേട്ടന്മാരുടെ പൊടിയാണോ? അവർ ഈ തേച്ച് തടിയെ വെച്ചാണ് റെഡിയാക്കിയത്. അമ്മയൊക്കെ വിറകൊക്കെ അടിക്കും അടുത്ത് അത്രയെല്ലാം എല്ലാവരും കൂടെ കൂടി മൊത്തം ഏതാണ്ട് ഇത്രയൊക്കെ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പം ഇവർ കുറേ കൂടെ വെട്ടാനുണ്ട്. അതും കൂടെ വെട്ടിയൊക്കെ തീർന്ന് കഴിയുമ്പോഴത്തേക്കിനും ബാക്കിയും കൂടെ ഒക്കെ എടുക്കാം. നമുക്ക് ചോറൂണൊക്കെ കഴിഞ്ഞിട്ട് ഇനി പണിയാം കേട്ടോ. നമുക്ക് ഊണ് കഴിക്കാൻ പോയാലോ? അടുത്തല്ലേ? 1 മണിയൊക്കെ ആകുന്നു. അപ്പൊ ഇന്നത്തെ പണിയെല്ലാം ഏകദേശം തീർന്നു. പണിക്കാർ അവര് വിറക് വെട്ടുകാരെല്ലാം പോയി. കുഞ്ഞിയും പോപ്പിയൊക്കെ മടുത്താൻ തോന്നുന്നു. രാവിലെ തുടങ്ങിയ പരിപാടിയാ. ഇനിയിപ്പോ ഇത്രയും അടുക്കിയില്ല, ഇനി ബാക്കി ആ സൈഡിൽ കൂടെ അടുക്കി വെച്ചേക്കാം. അതിന്റെ മണ്ടയിലോട്ട് അവിടെ ഇനിയും കുറെ കിടക്കുക. ഇനിയിപ്പം എരമ്പെല്ലാം പോയത് കൊണ്ടേ വെയിൽ നല്ലപോലെ അടിച്ചോളും. അപ്പൊ എവിടെ ഇരുന്നാലും ഉണങ്ങിക്കോളും. വെയില് പറഞ്ഞോണ്ട് ഇനി അവിടെ എല്ലാം കൂടെ തൂത്തുവാരിയല്ലോ. അപ്പൊ ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞപ്പോ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.